വെള്ളത്തിലൊക്കെ ചാടി പറഞ്ഞിട്ടിരിക്കണം. അപ്പൊ ഇന്ന് എൻ്റെ കൂടെ ഉള്ള വ്യക്തിയാണ് ഞാൻ പരിചയപ്പെടുത്താം. ഷുഹൈബ്. ഇത് നമ്മുടെ ഒരു ചങ്കാണ്. ഷുഹൈബ് സെൽഫായിട്ട് ഒന്ന് പരിചയപ്പെടുത്ത്. എൻ്റെ പേര് ഷുഹൈബ്. കുറച്ച് നാൾ കൊണ്ട് പാർട്ണറായിരുന്നു, കുഴപ്പമില്ലാണ്ട് പോണു. നമ്മളുടെ ഇന്നത്തെ കണ്ടന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാറ്റുണ്ട്. അപ്പൊ ആ കാറ്റിനെ നമ്മള് കാറ്റിന്റെ പേരെന്താ? നമ്മുടെ കുട്ടി കളിക്ക്. ഇതിന് എത്ര വയസ്സായി? 1.5 വയസ്സ് കിട്ടോ. നമ്മളിപ്പോ പോണത് എങ്ങടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ പോണത് എങ്ങടാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് എങ്ങടെ പോണ്? മൃഗാശുപത്രിക്ക് പോവാണ് നമ്മുടെ കേറ്റിനെ കാണിക്കാൻ വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുന്ന് പോവാ. അന്നതിന് ശേഷം പറയാം. ഇവിടെ പറയാൻ പറ്റിയൊരു സാഹചര്യം അല്ല ഇപ്പൊ. നമ്മുടെ കൂടെ ജവാദ് ഇല്ല. ജവാദ് വന്നിട്ടുണ്ട്, നമ്മുടെ വീട്ടിലേക്ക് ജവാദ് വന്നിട്ടുണ്ട്. ജവാദ് ഇത് വന്നതിന് ശേഷം അന്നായിട്ടൊരു വീഡിയോ എടുക്കണം. ഓക്കെ, വെയിറ്റ് ചെയ്തൊക്കെ പോവരുത്. പോവാ പോവാ. 5 ദിവസം ഇഞ്ചക്ഷനാ ഇതിനാ? ഓ സീനാണല്ലോ. എന്തില്? ബ്ലഡില് ഇൻഫെക്ഷനാ? എങ്ങനെ? അയ്യോ പാവണ്ട് ഗായ്സ്. ഇതിന് ബ്ലഡില് ഇൻഫെക്ഷനാ തരാൻ. അപ്പൊ ഗൈസ് നമ്മളിവിടെ എത്തി, കുന്നംകുളത്ത് എത്തി. അതാണ് നമ്മളെ മൃഗാശുപത്രി. ഇത് ഇവിടെയാണ് കാണിക്കാറ്. തൃശ്ശൂരിന്ന് എഴുതി തന്നാലേ. ഓക്കെ, നമ്മളെ കേറ്റിനായിട്ട് നമ്മള് ആശുപത്രി പോവാണ്. ഇത് നമ്മുടെ ചെക്കനാണ്, നമ്മുടെ കോളേജിലത്തെ ഒരു ചങ്ക് ചെക്കനാണ്. വേറൊരു ചെക്കൻ കൂടി ഉണ്ട് അവിടെ. എന്താണ് ചെക്കൻ? എന്താ പറ്റി? ചെക്കൻ ഫുഡ് കഴിക്കാനും വേണ്ടി. ഇതൊക്കെ നമ്മുടെ പിള്ളേരാണ്, നമ്മുടെ കോളേജിൽ നമ്മുടെ കൂടെ പഠിക്കുന്ന പിള്ളേരാണ്. എത്ര കാലമായി ഞാൻ കണ്ടിട്ട്. ഞാൻ 2 ദിവസം മുന്നേ പോയിണ്ടായിരുന്നു. ഇഞ്ചക്ഷൻ അല്ലേ? ഇഞ്ചക്ഷൻ നമ്മളെ കേറ്റിന് ഇഞ്ചക്ഷൻ. ഓക്കെ, ചെറിയേക്കാളും മരുന്ന് മൃഗങ്ങൾക്കല്ലേ? കേറ്റിന്റെ പേരെന്താ? ബ്ലാക്കി. ഇത് ഏതാ ഐറ്റം? സെമി പഞ്ചിലെ നമ്മളെ ജവാദിന്റെ കൂടെ. അതെ, സെമി പഞ്ചാ. ഷുഹൈബ് മരുന്ന് വാങ്ങാൻ പോയിട്ടുണ്ട്. റാംബോ ഇഞ്ചക്ഷൻ ഒക്കെ സമ്മതിക്കില്ല അല്ലേ? ഇഞ്ചക്ഷൻ ടെമ്പറേച്ചർ നോക്കാം. ശരി, ഇതൊക്കെ എന്ത് മരുന്നാടാ? ഗ്ലൂക്കോസാ? ഈ വലിയ കുപ്പി മൊത്തം ഈ പൂച്ചക്ക എന്തല്ലേ? ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് ഇറങ്ങി. എന്താ പറയാ, ദാരിദ്ര്യം കഷ്ടായി. എന്താ പറയാ, മുറിച്ചു. ഇഞ്ചക്ഷൻ കുത്തി കഴിഞ്ഞ കൈയിൻ്റെ അവിടെ ഒരു തൊലിയാണ് കളഞ്ഞ്. സീനില്ല, കുഴപ്പമില്ല അല്ലേ? ശരിയല്ലേ? എന്നാലും കുഴപ്പമില്ല. കേറ്റൊന്ന് സുഖമാണല്ലോ. കേറ്റിന് ഗ്ലൂക്കോസ് കയറ്റിയില്ല. ഇപ്പോൾ ഗ്ലൂക്കോസ് കയറ്റി, അതേപോലെ എന്തോ മരുന്ന് 2 കയറ്റിയിട്ടുണ്ട്. കുഴപ്പമില്ല, ആളിവിടെ ഉഷാറാണ്. വീട്ടിൽ പോവാം അല്ലേ? ഇനി നമുക്ക് നേരെ വീട്ടിൽ പോവാം. ഞങ്ങൾ വരുന്ന വഴിക്ക് ഇവിടെ ഒരു കട കണ്ടപ്പോൾ നിർത്തിയതാട്ടാ. ഇവിടെ കണ്ട നെല്ലിക്ക. ഇതാണ് 2 നെല്ലിക്ക. ഇതെന്താ? ആ
വാഴപ്പിണ്ടി ഉപ്പിലിട്ടത്, അരിനെല്ലിക്ക, റൂബിക്ക, ക്യാരറ്റ്, ബീട്രൂട്ട്, മാങ്ങ, എല്ലാ ഐറ്റംസ് ഉണ്ട്. പിന്നെ പൈനാപ്പിൾ ഇരിക്കുന്നുണ്ട്, കുലുക്ക് സർബത്ത് ഉണ്ട്. അപ്പൊ ഇത് കണ്ടപ്പോ നിർത്തിയതാണ്. എന്താണ് എനിക്ക് വാങ്ങിത്തരാൻ പോണത്? ഈ പറയും എന്ത് വാങ്ങിത്തരും? അതെ, എന്നാ 2 കുലിക്കാണ്ട് പറട്ടെ. അതെ, ഈ സംഭവം ഹോം മെയ്ഡ് അത്രേ. പെട നന്നായിട്ട് കുലിങ്ങണല്ലേ? അതെ, പിസ്തേ പിസ്തയുടെ വെള്ളാട്ടത്. എങ്ങനെയുണ്ട്? കുടിച്ചിട്ട് ടേസ്റ്റ് പറയും. എങ്ങനെയുണ്ട്? അപ്പൊ ഗൈസ്, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോണത് നമ്മുടെ ഷുഹൈബിന്റെ വീട്ടിലേക്കാണ്. ഷുഹൈബിന്റെ വീട്ടില് കുറച്ച് ബ്രീഡുകളുണ്ട് അല്ലേ? അടിപൊളി കേറ്റുകളുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ കാണാം. അപ്പം ഷുഹൈബ് അതൊക്കെ നമുക്ക് കാണിച്ചു തരും. ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ ഷുഹൈബിന്റെ വീട്ടിലെത്തി. നമ്മൾ ആ കേറ്റിനെ ആദ്യം കൂട്ടിയാക്കണം അല്ലേ? ഇതാ നമ്മുടെ ഷുഹൈബിന്റെ വീട്ടിലത്തെ ഒരു കേറ്റ്. ഇത് ഏതാടാ? ഡോള്. നല്ല രസമുണ്ട്, നല്ല തൊപ്പുണ്ട്. ഇത് സെയിലാ? ഇല്ല അല്ലേ? ഇതവിടെ കുട്ടികളുണ്ട് കേട്ടോ. ഇതിന്റെ കുട്ടികളാണോ അത്? ഈ കേറ്റിന്റെ കുട്ടികളാണുള്ളത്. നമ്മളിപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കാറ്റിന് ഇവിടെ കുട്ടികളൊക്കെ ഉണ്ട്. ആ കേറ്റിന്റെ കുട്ടികളാണ് ഇതൊക്കെ. 1, 2, 3 വെള്ളത്തിലൊക്കെ ചാടി പോന്നിട്ടിരിക്കണം. 6 കുട്ടികളുണ്ട്. ഇനിയും ഉണ്ട് കേട്ടോ കേറ്റ്, നമുക്ക് കാണിച്ചു തരാം. പൈസ ഇത് കണ്ട, ഇതൊക്കെ എൻ്റെ വീട്ടിലത്തെ കേറ്റുകളാണ് കേട്ടോ. കുറേ ഉണ്ട്. ഇതപ്പുറത്തും ഉണ്ട്. ഇതില് സെയിലുണ്ടാ? ഈ 3 ഇതൊക്കെ സെയിൽസ് ഉണ്ട് കേട്ടാ. അടിപൊളിയാട്ടാ. ഇപ്പൊ കൂട് പറഞ്ഞ കുറച്ച് ചാടില്ല. ഇതേതാ? സെമി പഞ്ചാ? ഫുൾ പഞ്ച് പെട്ട സാധനം. ചൂടുകൊണ്ട് കണ്ണിന്നുള്ള പവർ. ഇതിന്റെ കുട്ടികളാണത്? അതെ, അതിന്റെ കുട്ടികളല്ലേ? ഇതിന്റെ കുട്ടികളാണത്. കുഞ്ഞു കയറ്റാണ് കേട്ടോ. അത് സെയിലുണ്ട് അല്ലേ? ഇതൊക്കെ എന്താ റേറ്റ് വരുന്നടാ? 10 റുപ്യ അല്ലേ? ഹലോ. അപ്പോൾ ഗൈസ്, നമ്മൾ നമ്മുടെ വ്ളോഗിൻ്റെ അവസാനം എൻഡിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വ്ളോഗിൻ്റെ അഭിപ്രായം നിങ്ങൾ എന്തായാലും അടിയിൽ കമൻറ്റ് ചെയ്യുക. മറക്കാതെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒരു കമൻറ്റ്, ചെറിയൊരു കമൻറ്റ് എന്തായാലും നിങ്ങൾ അടിയിൽ എഴുതി വിടുക. എന്തായാലും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമ്മളുടെ ഷുഹൈബിൻ്റെ കൂടെയുള്ള ദിവസമായിരുന്നു ഇന്നത്തെ വ്ളോഗ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കേറ്റിന് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, നല്ല കിറ്റൻസിന് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം വേണ്ടവരൊന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, നമ്മൾ ജവാദിൻ്റെ പഴയ സ്കൂളിലേക്ക് വന്നിക്കാണ്. ജവാദ് 10ാം ക്ലാസ് വരെ ഇവിടെ അല്ലേ പഠിച്ച്? ഈ എന്തിനാണ് ഇപ്പോൾ ഇവിടെ വന്നിക്കണത് എന്നെ കൂട്ടിയിട്ട്? എന്ത് ഡീലിംഗ് ഓഫീസിൽ? ഷെയർ കൊടുത്തതിന്റെ ക്യാഷ് മേടിക്കാൻ. ആര് ഷെയർ കൊടുത്തത്? നീ ഷെയർ കൊടുത്തിട്ടുണ്ടോ? ഞാനല്ല, കോൺകോഡിൽ ഷെയർ ഉള്ള വ്യക്തിയാണിത്.
ഞങ്ങളങ്ങനെ കോൺകോടി വന്ന് പോസ്റ്റായി നിൽക്കുകയാണ്. നമ്മളപ്പോൾ രാവിലെ ഷുഹൈബിനായിട്ട് ഹോസ്പിറ്റലൊക്കെ പോയി. എന്താ പറഞ്ഞ് പെൺകുട്ടികളുണ്ടെന്ന് ഗൈസ്. അവിടെ കുറേ പെൺകുട്ടികളൊക്കെ ഉണ്ട്. ടീച്ചർമാരാണ്, പെൺകുട്ടികളല്ല. പെൺകുട്ടികൾ അവിടെ ഉണ്ട്, ഉണ്ടാ അവിടെ ഉണ്ട് പെൺകുട്ടികൾ. അപ്പോൾ ഗൈസ് ഞങ്ങളങ്ങനെ ഇവിടെ പോസ്റ്റായി നിൽക്കുകയാണ് അല്ലേ. ഇനി ഫീസ് എന്താ അവന് എന്താ ഷെയർ ഉണ്ട് അത്ര കോളേജിൽ സ്കൂളിൽ. ഷെയർ വാങ്ങിയിട്ട് നമുക്ക് പോവാം. ഷെയർ മേടിക്കണമെങ്കിൽ മാനേജർ വരണം. അപ്പം നമുക്ക് ഷെയർ ഉള്ളതാണ്, നമുക്ക് ഇവിടെ എന്തും കാണിക്കാം. എന്തേ വാ. കെമിസ്ട്രി പഠിപ്പിച്ച മിസ്. ഏതാണ് ഈ പോയതാണ് അന്നെ പഠിപ്പിച്ച മിസ്സാ? ഏത് വിഷയം? ജവാദിനെ കെമിസ്ട്രി പഠിപ്പിച്ച മിസ്സാണ് ആ പോണത് കേട്ടാ. ജവാദ് അവൻ്റെ പഴയ ഓർമ്മകളിലേക്ക് പുല്ല് എത്ര നോക്കിയതാ. ശരി. ആ ഓടി വരുന്നത് നമ്മുടെ ഒരു ചങ്കാണ്, നമ്മുടെ ക്ലാസ്സിലുള്ള കേട്ടാ, ജാബിർ. അളിയാ എവിടെ? എന്താ ഇവിടെ? എന്താ ഇവിടെ? പറയടാ. ഞാൻ ഇവനായിട്ട് വന്നാ, ജവാദിനായിട്ട്. ഈ എന്തിനാ നിൽക്കണ ഇവിടെ? ചേർത്താനാ? ചേർത്താനല്ല, നോട്ട് നോക്കാൻ. അത് ശരി. ജനുവരിയില് നമുക്കാ ജനുവരിയിലാ കോപ്പ് കോളേജ് തുറക്കുന്നോട്ടാ. ഇനിയിപ്പോ അവസാനം കോളേജ് തുറന്നിട്ട് എന്താ കാര്യം? എല്ലാം കഴിഞ്ഞില്ലേ? ഇതിന് നല്ല ഓൺലൈൻ ക്ലാസ് ആയിട്ട് പരിപാടി നടക്കല്ലേ. നമ്മളെ തേർഡ് ഇയറാ പോയത്. അനക്ക് എന്താ അതിനെ പറ്റി പറയാനുള്ളത്? വേറൊന്നും പറയാനില്ല. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കും കൂടി അമർത്തുക. ഓക്കെ, അതെ, ടിങ് അടിക്കുക. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ പീസ്.